ഈ ശൈലി എവിടെ നിന്നുണ്ടായത്? ഭഗവാനെ കാണാൻ പോകുന്ന നിങ്ങൾ വിളക്ക് കണ്ടാലും മതി എന്നുള്ളത് കൊണ്ടാണല്ലോ ആ ശൈലി ഉണ്ടായത്. ആ വിളക്ക് കാണലിന്റെ പ്രയോജനം എന്താ? വിളക്ക് കണ്ടാൽ കണ്ണിന് സ്വസ്ഥത വരും. ഇതിനാണ് അമ്പലത്തിൽ പോണേ. കണ്ണിന്റെ കാര്യം ഓക്കെ. അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ വളരെ ഭീഷണമായ ശബ്ദങ്ങൾ ഉണ്ടാവാറുണ്ടോ? രൂക്ഷമായ തീക്ഷ്ണമായ ശബ്ദങ്ങൾ അമ്പലത്തിൽ ഉണ്ടാവാറുണ്ടോ? ഇല്ല. അമ്പലത്തിൽ എന്താ ഉണ്ടാവുക? നാമജപം ഉണ്ടാവും. അമ്പലത്തിൽ എന്താ ഉണ്ടാവുക? മണിനാഥം ഉണ്ടാവും. നട അടച്ചാൽ ഇടയ്ക്ക കൊട്ടിപ്പാടും. അമ്പലത്തിനകത്ത് പഞ്ചാരിമേളമേ കൊട്ടു, പാണ്ടിമേളം കൊട്ടില്ല. എന്താ പഞ്ചാരിമേളവും പാണ്ടിമേളവും തമ്മിലുള്ള വ്യത്യാസം? പാണ്ടിമേളം രൗദ്രമേളമാണ്, പഞ്ചാരിമേളം മൃദുമേളമാണ്, സംഗീത പ്രധാനമായിട്ടുള്ള മേളമാണ്. അമ്പലത്തിനകത്ത് സംഗീതമേ പറ്റൂ. അമ്പലത്തിനകത്ത് നിങ്ങളുടെ ചെവിയെ വേദനിപ്പിക്കുന്ന ഒരു താളവും ഇല്ലല്ലോ, ഒരു ശബ്ദവും. നിങ്ങളുടെ ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയത്തെ, ശ്രവണേന്ദ്രിയത്തെ തൃപ്തിപ്പെടുത്താൻ, സ്വസ്ഥമാക്കാനാണ് ക്ഷേത്രത്തിൽ മണിനാഥം. ഹൈ റിവർബറേഷൻ ഉള്ള ശബ്ദമാണ് മണിനാഥം. ഒരു മണി അടിച്ചാൽ ആ മണിയുടെ ശബ്ദം നീണ്ടു നിൽക്കും. ആ നീണ്ടു നിൽക്കലിലൂടെ നിങ്ങളുടെ ചെവി ലയം പ്രാപിക്കും. നിങ്ങൾ 1000 തവണ അല്ലെങ്കിൽ 1008 തവണ 108 തവണ ഓംകാരം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഓം എന്ന ശബ്ദത്തോട് നിങ്ങളുടെ ചെവി അലയം ചെയ്യപ്പെടും. അതിനോട് നിങ്ങളുടെ ചെവിയുടെ തരംഗങ്ങളെ ക്രമീകരിക്കപ്പെടും. ഇങ്ങനെ ചെവിക്ക് സ്വസ്ഥത ഉണ്ടാവും. ഇതിനാ അമ്പലത്തിൽ പോണേ. അല്ലാതെ ഭഗവാൻ നിങ്ങൾ അനുഗ്രഹിക്കൊന്നുമില്ല അമ്പലത്തിൽ പോയിട്ട്. ഞാൻ ഉള്ളത് പറയാലോ, ഭഗവാൻ നിങ്ങളെ നേരിട്ട് അനുഗ്രഹിക്കൊന്നുമില്ല. ഞാൻ ഉറപ്പിച്ച് പറയാം, മുമ്പിൽ നിന്നിട്ടാ പറയണേ. ഞാൻ ഈ കാര്യം 30 മുമ്പ് തന്നെ സംസാരിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തിൽ ചർച്ച ഓൾറെഡി കഴിഞ്ഞതാണ്. നേരിട്ട് നിങ്ങൾ അനുഗ്രഹിക്കാനേ പോണില്ല. പക്ഷെ നിങ്ങൾക്ക് കണ്ണിന് സ്വസ്ഥത തരും, ചെവിക്ക് സ്വസ്ഥത തരും. കണ്ണിന് ചെവിക്ക് മാത്രമേ സ്വസ്ഥത ഉണ്ടാവുള്ളൂ? അല്ല. അമ്പലത്തില് ദുർഗന്ധം ഉണ്ടാവും, രൂക്ഷമായ ഗന്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും? ഇല്ല. അവിടെ എന്താ? അവിടെ സാമ്പ്രാണി പുകയ്ക്കും, ദശഗന്ധം പുകയ്ക്കും, അല്ലെങ്കിൽ കർപ്പൂരം തെളിയിക്കും, പൂക്കൾ, മണമുള്ള പൂക്കൾ കൊണ്ട് മാലയിട്ടും. ഇതല്ലാതെ ദുർഗന്ധം വമിപ്പിക്കുന്ന എന്തെങ്കിലും അമ്പലത്തിൽ ഉണ്ടാവോ? ഇല്ല. സുഗന്ധങ്ങൾ മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലം. അവിടെ പോകുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങളുടെ മൂക്കിന് സ്വസ്ഥത വരും. നിങ്ങളുടെ മൂക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയം പ്രസന്നമാവും. അമ്പലത്തിൽ പ്രസാദമായിട്ട് കുറച്ച് ബിരിയാണി കൊടുക്കാം, അല്ലേ? അതൊക്കെയാണല്ലോ ഇഷ്ടം. നമ്മൾ സൗകര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ എന്താ? ലേസ് വാങ്ങിച്ചു കൊടുക്കാം അമ്പലത്തിൽ, പാക്കറ്റായിട്ട് കൊടുക്കാം, കുർക്കുറെ കൊടുക്കാം. അമ്പലത്തിൽ പ്രസാദമായിട്ട് പാക്കറ്റായിട്ട് കൊടുക്കാൻ 5 രൂപയുടെ ചിലവേ ഉള്ളൂ. എന്തേ കൊടുക്കാത്തത്? അമ്പലത്തിൽ മധുരമുള്ള സാധനങ്ങൾ മാത്രം പ്രസാദമായിട്ട് കൊടുക്കണം. എന്താ? ഹനുമാൻ സ്വാമിക്ക് വടമാല ഇടും. ആ വടമാലയ്ക്ക് വട ഉണ്ടാക്കുമ്പോൾ ഉപ്പിടുവോ? ഇടില്ല. എന്തേ ഇടില്ല? നിങ്ങൾ ഉണ്ടാക്കണ ചുണ്ടൽ, കടല ചുണ്ടൽ അമ്പലത്തിനകത്ത് കെട്ടി നേദിക്കോ? ഇല്ല. എന്ത് ചെയ്യില്ല? അമ്പലത്തിനകത്ത് മധുരമുള്ളത് മാത്രമേ നേദിക്കൂ. കാരണം ഒന്നുകിൽ മധുരമുള്ളത് നേദിക്കും, അല്ലെങ്കിൽ രുചി ഒന്നുമില്ലാത്ത നേദിക്കും. പടച്ചോറിന് എന്തെങ്കിലും രുചിയുണ്ടോ? പ്രകടമായ രുചിയുണ്ടോ? ഇല്ല. എന്തേ അത് നേദിക്കുന്നത്? നിങ്ങളുടെ നാവിനെ പ്രസന്നമാക്കാൻ ഒന്നുകിൽ രുചി ഇല്ലായ്മയ്ക്ക് കഴിയും, അല്ലെങ്കിൽ മധുരത്തിന് കഴിയും. ഇതല്ലാത്ത ഏത് രുചി വന്നാലും നാവ് പ്രസന്നമാവില്ല. നിങ്ങളുടെ നാവ് എന്ന് പറയുന്ന സാധനത്തെ പ്രസന്നമാക്കാൻ, ഇന്ദ്രിയത്തെ പ്രസന്നമാക്കാൻ അമ്പലത്തിൽ പോയി പ്രസാദം വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇതൊക്കെ ശരി. ത്വക്കിനെങ്ങനെ ഇപ്പൊ അമ്പലം വൃത്തിയാക്കുക? നല്ല കുങ്കുമം വെച്ച് നെറ്റിയിൽ വെക്കുക, അല്ലെങ്കിൽ നല്ല ചന്ദനം നെറ്റി നിറയെ പുരട്ടുക. നിങ്ങളുടെ നെറ്റി വളരെ പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. നിങ്ങളൊരു 10 മിനിറ്റ് കണ്ണടച്ചിട്ട് നിങ്ങളുടെ കൃഷ്ണമണി കൊണ്ട് നെറ്റിയുടെ കേന്ദ്രത്തിലേക്ക് നോക്കുക. നിങ്ങളുടെ നെറ്റി ചൂടാവും. അതെന്താ കാരണം? നിങ്ങളുടെ നെറ്റിയിൽ ഒരുപാട് നാഡികൾ വന്ന് ഒരുമിച്ച് അവസാനിക്കുന്നുണ്ട്. നാഡീവ്യൂഹങ്ങളുടെ കേന്ദ്രിത സ്ഥാനമാണ് നിങ്ങളുടെ നെറ്റി. ആജ്ഞാചക്രം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഈ ആജ്ഞാചക്രത്തിലാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. ആ ചൂട് തണുപ്പിക്കാനാണ് നെറ്റിയിൽ ചന്ദനം പുരട്ടുന്നത്. അല്ലാതെ ഭഗവാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമില്ല ചന്ദനം പുരട്ടുമെന്ന്. നിങ്ങളുടെ ചൂട് പോകണമെന്നുണ്ടെങ്കിൽ ചന്ദനം പുരട്ടിക്കോളും. ഇത്രയേ ഉള്ളൂ. ശരീരം മുഴുവൻ ചന്ദനം പുരട്ടുക. അപ്പൊ നല്ല സ്വസ്ഥത ഉണ്ടാവും. ത്വക്ക് എന്ന് പറയുന്ന ഇന്ദ്രിയത്തിന് കുളിർമ ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. ഇതിനാ അമ്പലത്തിൽ പോണേ. ശാരീരികമായി ഇന്ദ്രിയപരമായി ശാന്തി ഉണ്ടാവാൻ അമ്പലത്തിൽ പോണേ. ഇത് നേരത്തെ അറിയാവുന്ന എത്ര പേരുണ്ടായിരുന്നു ഇവിടെ? സമാധാനം. അറിയാത്ത ഒരു കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ കുട്ടികളോട് അമ്പലത്തിൽ പോകാൻ പറയുമ്പോൾ, ഞാൻ അമ്പലത്തിൽ പോയില്ല അമ്മേ എന്ന് പറയുമ്പോൾ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കുക. മണ്ട, ഇതിനാണ് നിന്നോട് അമ്പലത്തിൽ പോകാൻ പറയണേ. അവിടെ പൊക്കോ, നിനക്ക് സ്വസ്ഥതയുണ്ടാവും. ഞാൻ തരണ അസ്വസ്ഥതയൊക്കെ അവിടെ പോയാൽ മാറും. നമ്മൾ അമ്മമാരാണല്ലോ അവരുടെ ഏറ്റവും വലിയ അസ്വസ്ഥത. അതടക്കം മാറാൻ നീ ഒന്ന് അമ്പലത്തിൽ പോയാൽ മതി എന്ന് പറഞ്ഞു കൊടുക്കും. കുട്ടികൾ അമ്പലത്തിൽ പോകും. നിങ്ങൾ ലോജിക്കലായിട്ട് ആൻസർ പറയാത്തത് കൊണ്ടാണ് അവർ അമ്പലത്തിൽ പോകാത്തത്. കുട്ടികൾക്ക് അമ്പലത്തിനോട് വെറുപ്പൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണോ അത് കുട്ടികളും ചെയ്യും. പക്ഷെ എന്താ പ്രശ്നം? നമ്മളോട് അവർ വല്ല ചോദ്യം ചോദിക്കും, അപ്പൊ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. അമ്മ എന്തിനാ അമ്മ അമ്പലത്തിൽ പോണത്? തോട്ടെങ്ങി അവൻ കുരുത്തക്കോട് ചോദിക്കാൻ പോടാ അമ്പലത്തിലേക്ക്. ആശ്രീകരം
എന്നല്ലാതെ എന്തിനാ അമ്പലത്തിൽ പോകണമെന്ന് മറുപടി പറയാൻ നമുക്കും അറിയില്ല. നിങ്ങൾ എന്തിനാ അമ്പലത്തിൽ പോകണം? നിങ്ങളുടെ അച്ഛനമ്മ അമ്പലത്തിൽ പോയി, അവർ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു, അവര് നിങ്ങളെ അശ്രീകരം എന്ന് വിളിച്ചു, നിങ്ങൾ അമ്പലത്തിൽ പോയി. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടി അശ്രീകരം എന്ന് വിളിക്കണം, അവൻ അമ്പലത്തിൽ പോകും. അവൻ അവന്റെ കുട്ടി അശ്രീകരം എന്ന് വിളിക്കും, അവൻ തിരിച്ചു പോലെ വിളിക്കും. കാരണം കാലം മാറും, അവൻ അമ്പലത്തിൽ പോകില്ല. നൂറ്റാണ്ടുകളായി തുടർന്ന് വന്നിരുന്ന ഒരു സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ലോജിക്കലായ ആൻസറുകൾ വേണം, യുക്തിഭദ്രമായ ഉത്തരങ്ങൾ വേണം. 5 ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താനാണ് അമ്പലത്തിൽ പോകുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവിന്റെ സ്രോതസ്. ഈ അറിവിന്റെ സ്രോതസ്സുകളെ തൃപ്തിപ്പെടുത്തി പ്രസന്നമാക്കി വെച്ചിരുന്നാൽ നിനക്ക് എന്ത് കാര്യവും പെട്ടെന്ന് മനസ്സിലാവും. ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവും. നല്ല ഓർമ്മയുള്ള ആൾ നല്ല വ്യക്തിയായിരിക്കും. ഇതിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞു കൊടുക്കും. അത് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ അമ്പലത്തിൽ പോകും. ഒരമ്പലം കൊണ്ടും അമ്പലത്തിന് ഒരു പ്രയോജനമില്ല, ദേവന് ഒരു പ്രയോജനമില്ല. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ആ ദേവന് നിങ്ങളുടെ നാട്ടിലൊരു മുക്കിലൊരു അമ്പലം ഉണ്ടാക്കി വെച്ചിട്ട് എന്താ പ്രയോജനം? ഈ ഭഗവതി സർവ്വവ്യാപിനിയായിരിക്കുന്ന ഈ മായാശക്തിക്ക് ഇവിടെ ഒരു അമ്പലം ഉണ്ടായതുകൊണ്ട് ഭഗവതിക്ക് എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. പ്രയോജനം ആർക്കാ? നമുക്ക. നമ്മുടെ നാട്ടിൽ നമ്മുടെ വഴിയിൽ നാം ദിവസവും കാണുന്നത് പോലെ നമുക്ക് ദിവസവും പ്രാർത്ഥിക്കാവുന്നത് പോലെ ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അതിന്റെ ഗുണം നമുക്കാണ്. ക്ഷേത്രം കൊണ്ട് ഭക്തർക്കാണ് പ്രയോജനം, ഭക്തരെ കൊണ്ട് ക്ഷേത്രത്തിനല്ല പ്രയോജനം. അത് മനസ്സിലാക്കി വേണം ക്ഷേത്രത്തിൽ വരാൻ. ഞാൻ എന്റെ ആവശ്യത്തിന് ഇവിടെ വരണത്. നിങ്ങൾ ആരെങ്കിലും കടയിൽ പോയിട്ട് വീട്ടിൽ നിന്ന് കുറച്ച് സാധനം കടയിൽ കൊണ്ട് കൊടുക്കുമോ? കടക്കാരന് നിങ്ങളെ കൊണ്ട് സാധനം വാങ്ങിക്കാനുള്ള പ്രയോജനമുള്ളത്. നിങ്ങൾ ഇവിടെ വന്നാൽ ക്ഷേത്രത്തിൽ നിന്ന് നേടേണ്ട പ്രയോജനത്തെ നേടിയിട്ട് വേണം പോവാൻ. സ്വസ്ഥത വരും വരെ അമ്പലത്തിൽ ഇരിക്കുക, സ്വസ്ഥത വന്നിട്ട് പോയാൽ 5 ഇന്ദ്രിയങ്ങളെയും സ്വസ്ഥമാക്കാൻ ക്ഷേത്രത്തിന് കഴിയും. അതിനുവേണ്ടി ക്ഷേത്രത്തിൽ വരിക. അടുത്ത പ്രശ്നം മനസ്സ് എങ്ങനെ സ്വസ്ഥാക്കും? ഒരു വഴിയില്ലല്ലേ. ഈ മനസ്സിനെ സ്വസ്ഥാക്കാനുള്ള വഴി അറിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോവാം അല്ലേ? അത് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോവാം. സ്വസ്ഥമായ മനസ്സോടുകൂടി എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? സ്വസ്ഥമായ മനസ്സോടുകൂടി എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? 10:45 10:41. സ്വസ്ഥമായ മനസ്സോടുകൂടി എത്ര ആൾക്കാർ ഇവിടെ ഉണ്ട്? ഒരു മനുഷ്യല്ലേ ഉണ്ട്. സന്തോഷം. സ്വസ്ഥതയുള്ള ഒരാളെ ഞാൻ കണ്ടെത്തി. പാമ്പാടിൽ വന്നിട്ട് സ്വസ്ഥതയുള്ള ഒരാളെ ഇവിടെ ഉള്ളൂ. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. ശങ്കരാചാര്യരുടെ തന്നെ മറ്റൊരു ശ്ലോകത്തിൽ പറയും, കാപിശായന മതമത്തഃ വൃശ്ചികേന സന്തഷ്ടഃ സോപി പിശാചഗ്രസ്തഃ എന്ന് പറയും. മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞൊരു ഉത്തരാണ്, മനസ്സൊരു കുരങ്ങനാണ് എന്നാ പറയുന്നത്. ഈ കുരങ്ങന്റെ സ്വഭാവം എന്താ? ഒരിടത്തിരിക്കില്ല, അതിങ്ങനെ ചാടി കളിച്ചോണ്ടിരിക്കും. ശങ്കരാചാര്യ പറയുന്ന കുരങ്ങൻ കുറച്ച് വിശിഷ്ടമായ കുരങ്ങനാണ്. എന്താ അറിയോ? കാപിശായന മതമത്തഃ. കാപിശായനം എന്ന് വെച്ചാൽ ഒരു കള്ളാണ്, ഒരു മദ്യമാണ്. വൃക്ഷത്തിന്റെ കറയിൽ നിന്നുണ്ടാകുന്ന ഒരു മദ്യമാണ്. ഈ കുരങ്ങനെ കള്ളു കുടിപ്പിച്ചു. സ്വതേ അടങ്ങിയിരിക്കില്ല, അടങ്ങിയിരിക്കാത്ത കുരങ്ങനെ കള്ളു കുടിച്ചു. അപ്പൊ എങ്ങനെയാവും? തീരെ അടങ്ങിയിരിക്കില്ല. തീരെ അടങ്ങിയിരിക്കാത്ത കള്ളു കുടിച്ച കുരങ്ങന്റെ വാലില് ഒരു തേള് കടിച്ചു. അപ്പൊ എങ്ങനെയാവും? സ്വതേ അടങ്ങിയിരിക്കില്ല, കള്ളും കുടിച്ചു, തേളും കടിച്ചു. ഈ കള്ളും കുടിച്ച് തേളും കടിച്ച കുരങ്ങനെ ഒരു പ്രേതം കൂടി, ഒരു പിശാചഗ്രസ്തനായ കുരങ്ങൻ. ആ കുരങ്ങൻ എങ്ങനെയാ പോവാ? അങ്ങനെയാണ് അത്രയും മനസ്സ്. അങ്ങനെയാണ് അത്രയും മനസ്സ്. ഞാനൊരു കാര്യം കൂടി പറയാം. ഈ മനസ്സിന്റെ ഏറ്റവും വലിയ കുഴപ്പം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടെ. ആനയെ പറ്റി ചിന്തിക്കരുത്. ആനയെ പറ്റി ചിന്തിക്കരുത്. ഞാൻ എന്താ പറഞ്ഞത്? ആനയെ പറ്റി ചിന്തിക്കരുത്. എന്താ ചിന്തിച്ചോണ്ടിരിക്കണേ? ഇതാണ് മനസ്സിന്റെ കുഴപ്പം. നിങ്ങൾ അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിക്കും? അമ്മേ ഭഗവതി, എനിക്ക് അപകടമൊന്നും വരുത്തരുതേ, അപകടമൊന്നും വരുത്തരുതേ, അപകടമൊന്നും വരുത്തരുതേ. എന്ത് വരും? അപകടം വരും. കാരണം എന്താ? അപകടം എന്നതുമായി ബന്ധപ്പെട്ടൊരു ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഞാനൊരു അപകടം എന്ന വാക്ക് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു വാഹനാപകടം വരും, അല്ലെങ്കിൽ മുകളിൽ നിന്നോ താഴെ നിന്നോ വീണിട്ടുള്ള ഒരു അപകടം വരും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അപകടത്തിന്റെ ചിത്രം വരും. വരുത്തരുത് എന്ന വാക്കിന് അനുബന്ധമായ ചിത്രം എന്താ ഉള്ളത്? ചിത്രമില്ല. അതുകൊണ്ടാണ് ആനയെ പറ്റി ചിന്തിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും ആന കയറി വന്നത്. കാരണം അതിൽ ആന എന്നുള്ള വാക്കിനുള്ള ഓർമ്മയെ, ചിത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. അതേ വരൂ. നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് കാണുന്നത് അതേ നടക്കും. ആനയെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ ആനയെ പറ്റി ചിന്തിക്കും. അമ്പലത്തിൽ പോയിട്ട് എന്ത് പ്രാർത്ഥിക്കും? അപകടം വരുത്തരുതേ, അപകടം വരും.
രോഗം വരുത്തരുതേ, രോഗം വരും. എന്ത് പ്രാർത്ഥിക്കണം? ആരോഗ്യം ഉണ്ടാവണേ, സ്വസ്ഥത ഉണ്ടാവണേ, ശാന്തി ഉണ്ടാവണേ, സമ്പത്ത് ഉണ്ടാവണേ. ദാരിദ്ര്യം വരുത്തരുതേ, ദാരിദ്ര്യം വരുത്തരുതേ, ദാരിദ്ര്യം വരുത്തരുതേ. അഡ്രസ് തപ്പി വരും ദാരിദ്ര്യം. നിങ്ങൾ ദാരിദ്ര്യത്തെ തപ്പി പോണ്ട, ദാരിദ്ര്യം ഇങ്ങോട്ട് വന്നോളൂ. മനസ്സിന്റെ പ്രശ്നം, മനസ്സ് എല്ലാ കാര്യത്തെയും ചിത്രം കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ മനസ്സിനൊരു കാര്യത്തെ മനസ്സിലാക്കാൻ കഴിയും, ഒന്നുകിൽ അതിൽ ലയിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിന്റെ മുന്നിൽ ഓപ്ഷൻസ് വെക്കും. ഈ മനസ്സിന്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞു തന്നിട്ട് ഞാൻ അവസാനിപ്പിക്കാം. മനസ്സിനെ മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിനെ മനസ്സിലാക്കിയാൽ രക്ഷപ്പെട്ടു. മനസ്സിനെ മനസ്സിൽ ആക്കണം. മനസ്സിനെ മനസ്സിൽ ആക്കണം. ഈ മനസ്സെന്ന് പറയുന്ന കവചത്തിനകത്ത് മനസ്സെന്ന് പറയുന്ന കവചത്തിനെ എടുത്ത് അടച്ചു വെക്കണം. അപ്പൊ മനസ്സിനെ മനസ്സിലാവും. മനസ്സിനെ മനസ്സിലായാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഈ മനസ്സാണ് നമ്മുടെ മുമ്പിൽ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ലളിതമായിട്ട് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്ക് കയറി പോകാന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു വീട്ടിലേക്ക് നിങ്ങൾ കയറി പോകണമെന്ന് വിചാരിക്കാം. ഈ കയറി പോകുന്ന മാത്രയിൽ, നിങ്ങൾ ആ ഗേറ്റ് തുറന്ന മാത്രയിൽ ആ ഗേറ്റിന്റെ ഒരു വശത്ത് നിന്ന് ഒരു പട്ടി മുരളുന്ന ശബ്ദം കിട്ടും. കുറച്ച് ദേഷ്യത്തിൽ ഒരു പട്ടി ഇങ്ങനെ മുരളുന്നതിന്റെ ശബ്ദം കിട്ടും. അടുത്ത മാത്രയിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഒന്നുകിൽ ഗേറ്റ് അടച്ച് ഓടും, അല്ലെങ്കിൽ നിലവിളിക്കും, എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കില്ലേ? ഒന്നും അല്ലെങ്കിൽ വട്ടി പോലെ അവിടെ നിൽക്കും, അമ്മേ എന്ന് പറഞ്ഞ് വട്ടി പോലെ അവിടെ നിൽക്കും, എന്തെങ്കിലും ഒന്ന് ചെയ്യും അല്ലേ? നിങ്ങൾ ആ പട്ടിയെ കണ്ടോ? ഇല്ല. അവിടെ പട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടാവും? ഉറപ്പൊന്നുമില്ല. പിന്നെന്താ? കേട്ടപ്പോ എന്ത് തോന്നി? പട്ടിയാണോന്ന് തോന്നി. പട്ടിയാണെങ്കിൽ എന്താ കുഴപ്പം? അത് കടിക്കാനും കടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. കടിച്ചാലോ? കടിച്ചാൽ എനിക്ക് വേദനിക്കും. എനിക്ക് വേദനിക്കുന്നുള്ള ബോധം ഉണ്ടായപ്പോ എന്തായി? ഞാൻ എന്നെ രക്ഷിക്കണം. എന്നെ രക്ഷിക്കാൻ എന്താ വഴി? ഞാൻ ഇവിടെ ഓടണം. ഓടുന്നെ. ഇതൊക്കെ എത്ര വേഗം നടന്നത്? നിങ്ങൾ വാതിൽ തുറന്ന ഉടനെ പട്ടിയുടെ മുരൾച്ച കേട്ടു. കേൾക്കുക എന്ന് പറഞ്ഞാൽ ശ്രവണേന്ദ്രിയത്തിൽ അത് വന്ന് പതിച്ചു. ശ്രവണേന്ദ്രിയത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പട്ടിയുടെ ശബ്ദമാണ്, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഒരു പരിചയമില്ലാത്ത ശബ്ദം കേൾക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഓർമ്മിപ്പിച്ചപ്പോ ഈ മനസ്സ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഓർമ്മകളെയും എടുത്ത് ചകഞ്ഞു. ഈ സ്ത്രീകൾ തുണിക്കടയിൽ പോയി ഇങ്ങനെ സാരി വലിച്ചിരുന്ന പോലെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് ഓർമ്മകൾ. ഈ ഓർമ്മകളെ മുഴുവൻ വലിച്ചിട്ടു. എന്നിട്ട് നോക്കിയപ്പോ എന്താ? ഇത് പട്ടിയുടെ ശബ്ദമാണ് എന്ന് മനസ്സിലായി. ഇത് കുയിലിന്റെ ശബ്ദമല്ല, ഇത് പശുവിന്റെ ശബ്ദമല്ല, ഇത് പട്ടിയുടെ ശബ്ദമാണ് എന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ചോദിച്ചു, ഈ പട്ടിയുടെ ശബ്ദം എങ്ങനെയുള്ളതാണ് എന്ന് ചോദിച്ചു. അപ്പൊ മനസ്സ് വീണ്ടും ചകഞ്ഞു. പട്ടി സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മുരളല്ല ചെയ്യുക, മൂളല്ല ചെയ്യുക. പട്ടി ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴാണ് മുരളുക. പട്ടി ദേഷ്യമാണ് ഇപ്പൊ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും മനസ്സിനോട് ചോദിച്ചു, ദേഷ്യം വന്ന പട്ടി എന്താ ചെയ്യുക? ദേഷ്യം വന്ന പട്ടി കടിക്കാനും കടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അതാണെങ്കിൽ ഇപ്പൊ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലടോ മണ്ട, അത് തന്നെ കടിക്കാനും തന്നെ കടിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. അയ്യോ, ഞാൻ ഈ പട്ടിയുടെ ശബ്ദം കേട്ടതിൽ നിന്ന് അത് എന്നെ കടിക്കുമെന്ന ചിന്തയിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. പക്ഷെ ആ ദൂരം വളരെ ക്ഷണികവുമാണ്. ഇത് പട്ടിയുടെ ശബ്ദമാണെന്ന് തിരിച്ചറിയണം, അത് ദേഷ്യത്തിനാണെന്ന് തിരിച്ചറിയണം, അത് കടിക്കുന്നത് തിരിച്ചറിയണം, അത് കടിച്ചാൽ തനിക്ക് വേദന ഉണ്ടാവും തിരിച്ചറിയണം. ആ വേദന താൻ അനുഭവിക്കേണ്ടി വരുന്നു മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നുള്ളൂ. ഇത് എത്ര വേഗം സംഭവിക്കണത്? വളരെ ക്ഷണിക നേരം കൊണ്ട് സംഭവിക്കും. അതാണ് മനസ്സിന്റെ വേഗതയുടെ പ്രത്യേകത. യക്ഷപ്രശ്നത്തില് യുധിഷ്ഠിരനോട് യക്ഷൻ ചോദിക്കും, ലോകത്ത് ഏറ്റവും വേഗമുള്ളത് എന്ത്? യുധിഷ്ഠിരൻ പറയണ മറുപടി മനസ്സെന്ന്. ഞാനിപ്പോ പറയാം, ഹിമാലയം എന്തിന്റെ ചിത്രം മനസ്സിൽ വന്നത്? മഞ്ഞു മൂടിയ ഏതോ ഒരു പർവ്വതത്തിന്റെ ചിത്രം വന്നു അല്ലെ? വടക്കുന്നാഥന്റെ അമ്പലം, വടക്കുന്നാഥന്റെ അമ്പലത്തിന്റെ ചിത്രം മനസ്സിൽ വന്നില്ലേ? ഹിമാലയം എവിടെ കിടക്കണേ? ഒരു 3500 കിലോമീറ്റർ അപ്പുറത്ത്. വടക്കുന്നാഥൻ എവിടെ കിടക്കണത്? 45 കിലോമീറ്റർ അപ്പുറത്ത്. 3500 കിലോമീറ്ററിൽ നിന്ന് 45 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് വരാൻ എത്ര സമയം എടുത്തു? ഇതാണ് മനസ്സിന്റെ വേഗം. ഒറ്റ സംശയം എനിക്ക് ചോദിക്കാനുള്ളൂ, നിങ്ങൾ ഈ വീട്ടിലേക്ക് കയറി പോകുമ്പോ നിങ്ങൾ ഇതിനു മുമ്പ് പട്ടിയുടെ ശബ്ദം കേട്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇതിനു മുമ്പ് പട്ടിയുടെ മുരൾച്ച കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഓടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? മനസ്സ് സ്തബ്ധമാവും. മനസ്സിന് ഉത്തരമില്ലാതോ? മനസ്സ് അവിടെ നിങ്ങളെ ആശയക്കുഴപ്പത്തിൽ തള്ളിവിടും. കാരണം ഇത് എന്തിന്റെ ശബ്ദമാണെന്ന് മനസ്സിനറിയില്ല, ഓർമ്മയില്ല നമ്മുടെ ഉള്ളിൽ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നിൽക്കും. ആ ദുഃഖം ആരനുഭവിക്കും? നമ്മൾ അനുഭവിക്കും. മനസ്സ് മറുപടി പറഞ്ഞില്ലെങ്കിൽ ദുഃഖം നമ്മൾ അനുഭവിക്കും. അതുകൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തണം. മനസ്സിന്റെ നിയന്ത്രണത്തെ കളയുന്ന ആരാ? ഈ ഇന്ദ്രിയങ്ങൾ പല വഴിക്ക് പോവില്ലേ? 5 ചക്രമുള്ളൊരു വണ്ടി സങ്കല്പിക്കുക. 5 ചക്രമുള്ളൊരു വണ്ടി. നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി വലതുഭാഗത്തെ ചക്രം തീരുമാനിക്കുകയാണ് വലത്തോട്ട് പോകാതെ.
ഇടതുഭാഗത്തെ ചക്രം തീരുമാനിച്ചു ഇടത്തോട്ട് പോകാന്ന്, നടുക്കുള്ള ചക്രം തീരുമാനിച്ചു നേരെ പോകാന്ന്, പുറകിൽ 2 ചക്രവും തീരുമാനിച്ചു എങ്ങോട്ട് മുകളിൽ എവിടെ നിൽക്കാന്ന്, വണ്ടി എവിടെ പോകും. വലതുഭാഗത്തെ ചക്രം തീരുമാനിച്ചു വലത്തോട്ട്, ഇടത്തെ ചക്രം തീരുമാനിച്ചു ഇടത്തോട്ട്, നടുവിലെ ചക്രം മുന്നോട്ട്, പുറകിലെ ചക്രം അവിടെ തന്നെ, എങ്ങോട്ട് പോകും? ഓരോ ചക്രം ഓരോ വഴിക്ക് വലിക്കും. 5 ചക്രവും തകർന്ന് വണ്ടി പൊളിഞ്ഞ് വണ്ടി അവിടെ കിടക്കും. 5 ചക്രവും 5 വഴിക്ക് വലിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണിത്. തകർന്നു പോകാൻ വലിയ താമസമൊന്നുമില്ല. ഈ 5 ചക്രങ്ങളിൽ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റിയറിംഗ് ഉണ്ടാവണം. ആ സ്റ്റിയറിംഗ് എന്താ? മനസ്സ്. മനഃപ്രഗ്രഹം. 5 കുതിരകളെ കൂട്ടിയിട്ട് ഒരു രഥമാണെന്നുണ്ടെങ്കിൽ മനസ്സ് കടിഞ്ഞാണ്. മനസ്സാണ് കടിഞ്ഞാൺ. ഈ കടിഞ്ഞാണാകുന്ന മനസ്സിന്റെ പുറകിലിരുന്നു കൊണ്ട് ഈ കടിഞ്ഞാണിനെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അത് ആരാ? ഭഗവാനൊന്നുമില്ല. നമ്മുടെ കാര്യം നോക്കാൻ നമ്മൾ തന്നെ ഉള്ളൂ. നമുക്ക് വേറെ ആരുമില്ല. നമ്മളേ ഉള്ളൂ. നമ്മുടെ പ്രജ്ഞ, നമ്മുടെ ആത്മ, നമ്മുടെ ഉണർവ്, അതാണ് നിയന്ത്രിക്കുന്നത്. ഉണർവോടുകൂടി കാര്യങ്ങളെ ചെയ്യാം. കാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യാം. ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിഞ്ഞ് ചെയ്യാം. ശരിക്കും നമ്മൾ അറിഞ്ഞാണോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. നമ്മൾ എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിൽ അറിയേണ്ടതിന് അറിയാതെ പോയിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും നമുക്ക് സ്വസ്ഥതയുണ്ടോ? ഇല്ല. എന്താ കാരണം? നമ്മൾ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഓട്ടത്തിലാണ്. നമുക്ക് ഇങ്ങനൊരു ഒന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യൻ പാറപ്പുറത്ത് കിടന്ന് സുഖമായി ഉറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇന്ന് കട്ടിൽ AC മുറിയിൽ കിടന്ന് ഉറങ്ങിയിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പാറപ്പുറത്ത് നിന്ന് കട്ടിലേക്ക് AC മുറിയിലേക്ക് എത്ര ദൂരമുണ്ട്? അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചു വന്നത് എന്തുകൊണ്ടാ? സുഖം 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 അന്വേഷിച്ച് വന്നിട്ടാ. പക്ഷെ സുഖം ഉണ്ടായോ? സ്വസ്ഥത ഉണ്ടായില്ല. എപ്പോ സ്വസ്ഥത ഉണ്ടാവും? മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സ്വന്തം മകളുടെ കല്യാണം കഴിഞ്ഞ ദിവസം നിങ്ങൾ രാത്രി കിടന്നുറങ്ങും. ആ ദിവസം മനസ്സിന് വല്ലാത്ത സ്വസ്ഥതയാണ്. വലിയൊരു ഭാരം ഇറക്കി വെച്ച സ്വസ്ഥതയാണ്. ആ സ്വസ്ഥത മനസ്സടങ്ങുമ്പോഴുണ്ടാവുന്ന സ്വസ്ഥതയാണ്. നമ്മുടെ ഉള്ളിൽ ഈ മനസ്സിന്റെ സ്വസ്ഥത അനുഭവിക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന കാര്യം പോലും നമ്മൾ ഓർക്കാറില്ല. നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങാറുണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ. എപ്പോഴും ഒന്നും ഉറങ്ങാറില്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ സുഖമായിട്ട് ഉറങ്ങി എന്ന് വിചാരിക്കാം. നല്ല സുഖമായിട്ട് ഉറങ്ങി, ഒന്നും അറിയാതെ ഉറങ്ങി, ചുറ്റും നടന്ന ഒരു ശബ്ദവും കേട്ടിട്ടില്ല, നേരെ എത്ര പോയി എന്നറിഞ്ഞിട്ടില്ല, സുഖമായി ഉറങ്ങി. സുഖമായി ഉറങ്ങിയതിന് ശേഷം ഉണർന്നു. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, എന്തായി, ഉറക്കമൊക്കെ നന്നായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? സുഖമായി ഉറങ്ങി എന്ന് പറയും. എന്റെ ചോദ്യം ഇതാണ്, ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ചുറ്റും നടന്നൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഉറക്കത്തിന് സുഖമായിരുന്നു എന്നറിഞ്ഞത് എങ്ങനെയാണ്? നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങാതെ ഒരാൾ സുഖം അനുഭവിച്ചാലല്ലേ ഉറക്കത്തിന് സുഖമായിരുന്നു എന്ന് ഉറങ്ങി എണീക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉറങ്ങുമ്പോഴും ഉറങ്ങാതിരിക്കുന്ന ഒരു ഉണർവുണ്ട്. ആ ഉണർവാണ് ആത്മ. അല്ലാതെ മറ്റേ വെള്ള സാരി എടുത്ത് പാട്ടുപാടി നടക്കുന്ന ആത്മാവല്ല. ഇപ്പൊ ആത്മാക്കളുടെ കാല, സിനിമയിലൊക്കെ ആത്മാക്കളെ പിടിച്ച് ഗംഭീരാക്കി വെച്ചിരിക്കുന്ന കാല. അതാണ് നമ്മുടെ ഉള്ളിലെ ഉണർവാണ് ആത്മ. നമ്മൾ അറിയുന്നതിനെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആത്മാവാണ്. ആത്മാവാണ് മാറ്റമില്ലാത്ത ഒന്ന്. നിങ്ങൾ 3 വയസ്സുണ്ടായിരുന്നപ്പോൾ എത്ര ഉണ്ടായിരുന്നു ശരീരം? എത്ര ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ 30 വയസ്സായിരുന്നപ്പോൾ ശരീരം എങ്ങനെയായിരുന്നു? അതേ ശരീരമാണോ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്? ആ ശരീരമാണോ 3 വയസ്സുള്ള അതേ ശരീരത്തിലാണോ നിങ്ങൾ ഇപ്പോഴുള്ളത്? അല്ല, ശരീരം മാറി. ഇന്നലത്തെ ശരീരമല്ല ഇന്നത്തെ ശരീരം. 3 വയസ്സുള്ളപ്പോൾ ആ ശരീരത്തിന്റെ ഉള്ളിൽ ആരാണ്ടായിരുന്നത്? ഞാൻ. 30 വയസ്സിലെ ആ ശരീരത്തിന്റെ ഉള്ളിൽ ആരാണ്ടായിരുന്നു? 60 വയസ്സിലെ ആ ശരീരത്തിന്റെ ഉള്ളിൽ ആരാണ്ടാവുക? 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആ ശരീരത്തിന്റെ ഉള്ളിൽ ആരാണ്ടാവുക? ചത്തുപോകുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോണതാരാ? ഈ സാധനത്തിന് വല്ല മാറ്റമുണ്ടോ? 3 വയസ്സിൽ നിങ്ങൾ ആരാ? ഞാൻ. 30 വയസ്സിൽ നിങ്ങൾ ആരാ? ഞാൻ. ഈ മാറ്റമില്ലാതെ തുടരുന്ന ഞാൻ ആണ് ആത്മ. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. അഹം, ഞാൻ ബ്രഹ്മമാകുന്നു എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മമാകുന്നു, നിങ്ങളൊന്നും ബ്രഹ്മമല്ല എന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ എന്ന ഉണർവുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ മാറ്റമില്ലാതെ തുടരുന്ന ഞാൻ എന്ന അസ്തിത്വം, അതാണ് ആത്മ. ഈ ആത്മാ പ്രസന്നമാവണം. ആത്മാവിനെ എങ്ങനെ പ്രസന്നാക്കാം? അതുകൂടെ പറഞ്ഞ എൻ്റെ പ്രഭാഷണം കഴിഞ്ഞ് 10:54 ആത്മാവിനെ എങ്ങനെ പ്രസന്നമാക്കാം? ഞാൻ ഏതാണ്ട് 9:30 തുടങ്ങിയതാണ്. 1 മണിക്കൂർ 25 മിനിറ്റും കഴിഞ്ഞു കേട്ടോ. വല്ലതും അറിയണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? എന്നാ ശ്രദ്ധിച്ചു കേട്ടോ. ഈ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിനിടയ്ക്ക് ആത്മാവിനെ സ്വസ്ഥമാക്കാൻ എന്താ വഴി? നമ്മൾ എന്തൊക്കെ നേടാനുള്ള ഓട്ടത്തിലാണ്. ഈ അലക്സാണ്ടർ എന്ന് പറയുന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു.
അലക്സാണ്ടർ ചക്രവർത്തി. ഈ അലക്സാണ്ടർ ചക്രവർത്തി മരിക്കുന്ന സമയത്ത് അദ്ദേഹം 3 അഭ്യർത്ഥനകൾ തൻ്റെ മന്ത്രിമാരോടായിട്ട് പറഞ്ഞു. എന്തൊക്കെയാ 3 അഭ്യർത്ഥനകൾ എന്നറിയോ? അതന്നെ, അതറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്. ഒന്ന്, എൻ്റെ മൃതദേഹത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തരായ, ഏറ്റവും പ്രഗത്ഭരായ വൈദ്യർ ചുമക്കണം. ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ മൃതദേഹത്തെ ഈ നാട്ടിലെ ഏറ്റവും പ്രശസ്തരും പ്രഗത്ഭരുമായ വൈദ്യരാണ് ചുമക്കേണ്ടത്. 2, ഞാൻ സമ്പാദിച്ചതും വെട്ടിപ്പിടിച്ചതുമായ സകല സമ്പാദ്യങ്ങളെയും ഞാൻ പോകുന്ന വഴിയിൽ വിതറിയിടണം. നമ്മൾ ഈ പൂക്കളൊക്കെ വിതറി പോകുന്നത് പോലെ ഞാൻ നേടിയെടുത്ത രത്നങ്ങളും സമ്പാദ്യങ്ങളും സ്വർണ്ണവും നാണയങ്ങളും എല്ലാം തന്നെ ഈ വഴിയിൽ വിതറിയിടണം. 2, എൻ്റെ ശവപ്പെട്ടിയുടെ ഇരുവശത്തും ഒരു ചെറിയ ദ്വാരമിട്ട് എൻ്റെ 2 കൈകളും ആ ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് കാണുന്ന വിധം പ്രദർശിപ്പിച്ചുകൊണ്ട് വേണം എൻ്റെ ശവമഞ്ച ഘോഷയാത്ര നടത്താൻ എന്നാവശ്യപ്പെട്ടു. അപ്പോൾ മന്ത്രിമാർ ചോദിച്ചു, അങ്ങ് എന്താണ് ഇങ്ങനെ വിചിത്രമായൊരു ആചാരം ആവശ്യപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തിയാണ് ഞാൻ. അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നാണ് പറയുക. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ചക്രവർത്തിയാണ് ഞാൻ. ആ ചക്രവർത്തിയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യന്മാർക്ക് പോലും പറ്റിയില്ല എന്നറിയാൻ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യന്മാർ തന്നെ എൻ്റെ മഞ്ചം ചുമക്കണം. ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും ഞാൻ കൊണ്ടുപോയിട്ടില്ല. എൻ്റെ വഴിയിൽ, എൻ്റെ ശവം കൊണ്ടുപോകുന്ന വഴിയിൽ വീണ് കിടക്കുന്ന, വഴിയിൽ കളഞ്ഞു കിട്ടുന്നത് പോലെ മാത്രം മൂല്യമുള്ള ഒന്നാണ് ഞാൻ വെട്ടിപ്പിടിച്ചതെല്ലാം എന്ന് എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യം വരണം. 2, അവസാനം കൈ പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞത്, വെറും കൈയോടെ വന്ന ഞാൻ വെറും കൈയോടെയാണ് മടങ്ങുന്നത് എന്ന് ഈ ലോകം അറിയണം എന്ന് പറഞ്ഞു. ഇങ്ങനെയല്ലേ നമ്മളൊക്കെ മടങ്ങുക? ലോകത്ത് ഏത് വൈദ്യൻ വിചാരിച്ചാലാണ് നമ്മൾ സ്വസ്ഥരായിട്ട് മടങ്ങുക? നമ്മൾ മരണമില്ലാതിരിക്കുക. നമ്മളിനി എന്തൊക്കെ വെട്ടിപ്പിടിച്ചാലും കാലം കൊണ്ടുപോയില്ലേ, കാലം കൊണ്ടുപോയില്ലേ. ഈ കാലം എന്ന വാക്കും കാലൻ എന്ന വാക്കും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ രണ്ടായിട്ടാണ് കണക്കാക്കണം. കാലം സമയവും കാലൻ വ്യക്തിയുമായിട്ടാണ് നമ്മൾ കണക്കാക്കണം. അല്ല, സംസ്കൃതത്തിൽ രണ്ടും കാലഹ ആണ്, ഒരേ കാലമാണ്. കാലം തന്നെയാണ് കാലം, കാലം തന്നെയാണ് കാലൻ. ഈ കാലൻ ഒരു ദിവസം പിടിക്കുമ്പോൾ നിക്കു എൻ്റെ രത്നമാല എടുത്ത് അണിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിക്കു എൻ്റെ ആധാരം ഞാൻ ബാങ്കിലാണ് വെച്ചിരിക്കണം, അതൊന്ന് എടുത്തിട്ട് വരട്ടെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിക്കു ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാലം വന്ന് പിടിക്കുമ്പോൾ കൂടെ പോയല്ലേ പറ്റും. വെറും കൈയോടെ വന്ന നിങ്ങൾ കൈ നിറയെ സമ്പാദ്യം കൊണ്ടാണോ മടങ്ങി പോകാൻ പോകുന്നത്? അല്ല, വളർത്തി വെച്ച വെറും കൈകളോടുകൂടി തന്നെ മടങ്ങി പോകേണ്ടി വരും. വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും ഒക്കെ കാലം കൊണ്ടു അല്ലെ? വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും ഒക്കെ കാലം കൊണ്ടു. എന്തുണ്ടാവും ബാക്കി? എന്തുണ്ടാവും ബാക്കി? നമ്മളുണ്ടാവും ബാക്കി. 4 ആള് നമ്മളെ പറ്റി നല്ലത് പറയും. ആരാ 4 ആള്? എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുട്ടി. ഈ 4 ആളാണോ? അവരൊന്നും നിങ്ങളെ പറ്റി ഒരു നല്ലതും പറയാൻ പോകില്ല. ഭാഗ്യം. 4 ആള് നല്ലത് പറയണം. ആരാ ഈ 4 ആള്? അതിന് വലിയ വലിയ വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ 4 ആള് നല്ലത് പറയാന്നുള്ളതിന് വലിയൊരു വ്യാഖ്യാനമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, വേദങ്ങൾ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് വെച്ചാൽ 4 വേദങ്ങളാണ് ഉള്ളത്. ഈ 4 വേദങ്ങളിൽ നിർദ്ദേശിക്കുന്നത് പ്രകാരം നമ്മൾ ജീവിച്ചു എന്ന് വേദങ്ങൾ സാക്ഷ്യപ്പെടുത്തും അത്രേ നമ്മുടെ മരണം വരുമ്പോൾ. ആ 4 ആളും നമ്മളെ പറ്റി നല്ലത് പറയണം എന്നാണ് ഒരു കാഴ്ചപ്പാട്. 4 വേദം ഉണ്ടായിട്ട് ഈ വേദം എന്താന്ന് തന്നെ നമുക്കറിയില്ല. അപ്പൊ പിന്നെ അവരെന്തായാലും നല്ലത് പറയില്ല. വേറെ ആരെയും 4 ആള്? നമ്മുടെ ശവമഞ്ചം ചുമക്കുന്ന 4 ആളുണ്ട്. നമ്മളെ ചിതയിലേക്ക് എടുക്കുമ്പോൾ ആ ചിതയുടെ പക്കത്ത് നിന്ന് നമ്മുടെ മഞ്ചം ചുമക്കുന്ന 4 ആളുണ്ട്. ആ 4 ആളെങ്കിലും നമ്മളെ പറ്റി നല്ലത് പറയണം. നമ്മുടെ ജീവിതം കൊണ്ട് ആ 4 ആളെ കൊണ്ടെങ്കിലും നല്ലത് പറയിക്കണം. നിങ്ങൾ ജീവിതകാലം മുഴുവൻ സത്കർമ്മങ്ങൾ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ ശവമഞ്ചത്തിന് ഭാരം ഉണ്ടാവില്ല. പക്ഷെ അത് വഹിക്കുന്നവരുടെ ഹൃദയത്തിലൊരു ഭാരം ഉണ്ടാവും. ഇത്രയും നല്ലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി പോയല്ലോ എന്ന്. എന്നിരുന്നാൽ പോലും അയാളുടെ സത്കർമ്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന്. ശങ്കരാചാര്യര് ദേഹവിയോഗം നടത്തിയിട്ട് എത്ര കാലമായി? ഗൗതമ ബുദ്ധൻ ദേഹവിയോഗം നടത്തിയിട്ട് എത്ര കാലമായി? ഭഗവാൻ ശ്രീകൃഷ്ണൻ ദേഹവിയോഗം നടത്തിയിട്ട് എത്ര കാലമായി? ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി ദേഹവിയോഗം നടത്തിയിട്ട് എത്ര കാലമായി? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി ഇല്ലേ? നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇല്ലേ?
ശങ്കര ഭഗവത് പാദർ പറഞ്ഞു തന്ന പാഠങ്ങളില്ലേ, ശ്രീബുദ്ധന്റെ പാഠങ്ങളില്ലേ? മഹാത്മാക്കളായി ഈ ഭൂമിയിൽ നിന്ന് മൺമറഞ്ഞു പോയ എത്രയോ അധികം മഹാത്മാക്കളുടെ ജീവിതങ്ങൾ അവരെല്ലാം മരിച്ചിട്ടും അവരുടെ ആത്മാവായി നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അവ വസിക്കുന്നില്ലേ? നമ്മുടെ ആത്മാവിനെ മരിച്ചു പോകുമ്പോൾ ഇവിടെ ബാക്കിയാക്കി പോകാൻ നമുക്ക് കഴിയുമോ? ഇതുകൊണ്ട് നല്ല മാതൃകയാണ്, അവരവരുടെ കുടുംബത്തിൽ ഒരു നല്ല മാതൃകയാണ്. ഇന്നലെ ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥ വായിച്ചു. സമയം 10:59. ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥ വായിച്ചു. ഒരു വീട്ടിൽ ഒരു അച്ഛൻ, അമ്മ. ഞാൻ എന്താ ഈ ഭക്തി ഒന്നും അറിയാത്തത്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിക്കുക, ഞാൻ എന്താ ഈ ഭക്തി ഒന്നും അറിയാത്തത്? ഞാൻ ഒരു ഈശ്വരന്റെ പോലും കഥ പറഞ്ഞില്ല അല്ലെ? പറയില്ല. അത് പറയാൻ ഇവിടെ കുറേ ആളുകൾ, ഇത് പറയാൻ ഇവിടെ ഞാനേ വരുള്ളൂ എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥ വായിച്ചു. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയണമെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ ഈശ്വര കഥകൾ കേട്ടു, ഐതിഹ്യ കഥകൾ കേട്ടു, നമുക്ക് മനസ്സിലാവേണ്ടത് മനസ്സിലായിട്ടില്ല. അപ്പൊ മനസ്സിലാവേണ്ടത് മനസ്സിലാക്കിക്കാൻ ഈശ്വര കഥയുടെ ആവശ്യമില്ല, ഇതുണ്ടെങ്കിലും മനസ്സിലാവും എന്ന് പറഞ്ഞു തരാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇതാണ് എൻ്റെ ശൈലി. അതെന്താന്ന് വെച്ചാൽ വളരെ ലളിതമായൊരു കഥ. ഈ കഥ പലതരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു വീട്ടിൽ ഒരു അച്ഛൻ, അമ്മ, ആ അച്ഛൻ്റെ അച്ഛൻ, ഒരു കുട്ടി, ഒരാൺകുട്ടി, ചെറിയൊരു ആൺകുട്ടി, ഇത്രയും പേരാണ് ആ വീട്ടിലുള്ളത്. അപ്പൊ ഈ മുത്തച്ഛന്, ആ വീട്ടിലുള്ള മുത്തച്ഛന് വിറയലിന്റെ അസുഖം, അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കും. അപ്പൊ ഇവരെല്ലാവരും വൈകുന്നേരങ്ങളിൽ കണ്ണാടി പാത്രങ്ങളിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത്, കണ്ണാടി പ്ലേറ്റുകളിലാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. ഒരു ദിവസം ഈ അമ്മ ഭക്ഷണം തയ്യാറാക്കി കണ്ണാടി പാത്രത്തിലാക്കിക്കൊണ്ട് അച്ഛന്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു. ഈ മുത്തച്ഛൻ ഈ കണ്ണാടി പാത്രത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് ഈ കണ്ണാടി പാത്രം കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിപ്പോയി. ഈ പാത്രത്തിൽ നിന്നുള്ള ഭക്ഷണം മേശപ്പുറത്ത് ചിതറി, താഴെ ചിതറി, അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലായി, അദ്ദേഹത്തിന് ചെറുതായി പൊള്ളലും ഏറ്റു. ഇതോടുകൂടി അമ്മയ്ക്ക് ആകെ അങ്കലാപ്പായി. കാരണം ആ മേശ വൃത്തിയാക്കണം, നിലം വൃത്തിയാക്കണം, ഈ പൊള്ളലേറ്റ അച്ഛനെ ശുശ്രൂഷിക്കണം, അദ്ദേഹത്തിന്റെ വസ്ത്രം വൃത്തിയാക്കണം. അദ്ദേഹത്തിന്റെ ഒരു വിറയൽ കൊണ്ട് ഈ കുടുംബത്തിന് ഇത്രയേറെ അസ്വസ്ഥത ഉണ്ടായി എന്ന് ആലോചിച്ച് അമ്മയ്ക്ക് വളരെ ദുഃഖം. അമ്മ വളരെയധികം മോശമായി ആ അച്ഛനോട് സംസാരിച്ചു, ആ മുത്തച്ഛനോട് സംസാരിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം ഭക്ഷണം കൊടുക്കുമ്പോൾ, എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ 3 പേർക്കും കണ്ണാടി പാത്രത്തിൽ വിളമ്പുകയും അച്ഛന് മാത്രം ഒരു പഴകിയ വക്ക് പൊട്ടിയ അലുമിനിയം പാത്രത്തിൽ ഭക്ഷണം വിളമ്പുകയും ചെയ്തു. എന്നിട്ട് അമ്മ അതിന് മനോഹരമായൊരു ന്യായം പറഞ്ഞു. അച്ഛാ, ഇനി അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഈ പാത്രം വീണ് പൊട്ടില്ലല്ലോ എന്ന് മറുപടി പറഞ്ഞു. അന്നേ ദിവസം ഭക്ഷണത്തിന് ശേഷം നോക്കുമ്പോൾ ഇവർക്ക് ഇവരുടെ മകനെ കാണാനില്ല. ഇവരുടെ മകനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇവരുടെ വീടിന്റെ പുറകിൽ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കൂട്ടിയിടുന്നൊരു സ്ഥലത്ത് ഈ മകൻ എന്തോ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പോയി ചോദിച്ചു, മോനെ നീ എന്താ തിരയുന്നു എന്ന് ചോദിച്ചു. അമ്മേ, ഞാൻ പണ്ട് കളിച്ചിരുന്ന ഒരു പാത്രം ഇവിടെ ഉണ്ട്, അത് എത്ര നേരമായിട്ടും കാണുന്നില്ല. അപ്പൊ നിനക്ക് എന്തിനാ ഇപ്പൊ ഈ പാത്രം? അമ്മയുടെ കൈ വിറയ്ക്കുമ്പോൾ അമ്മ പാത്രം പൊട്ടിക്കാതിരിക്കണമെങ്കിൽ ഇത് തരണ്ടേ, അതിനുവേണ്ടി ഞാൻ എടുത്തു വെക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കാണിച്ചു കൊടുക്കണം അതേ ആവും അടുത്ത തലമുറ. അടുത്ത തലമുറയ്ക്ക് അതാവാനേ കഴിയും. നല്ല മാതൃകയാവണം. അത് വ്യക്തിപരമായിട്ടാവട്ടെ, കുടുംബത്തിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നല്ല മാതൃകയാവണം. നിങ്ങളെ കണ്ട് പഠിക്കാൻ മറ്റുള്ളവർ പറയണം. ഇത് ഞാൻ പറഞ്ഞ കാര്യമില്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നും പറയുന്നില്ല. മനുസ്മൃതി എന്നൊരു ഗ്രന്ഥമുണ്ട്. മനുസ്മൃതിയുടെ ഗ്രന്ഥത്തിൽ ഭാരതഖണ്ഡം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഭാരതസ്തുതി ഉണ്ട്. അവിടെ ഭാരതം എന്ന രാജ്യത്തെ ഗംഭീരമായിട്ട് മനുസ്തുതിക്കും. ആ സ്തുതിയുടെ അവസാനം ചേർത്തിട്ടുള്ളൊരു ശ്ലോകമുണ്ട്. ഏതദ്ദേശ പ്രസൂതസ്യ സകാശാദ് അഗ്രജന്മനഃ സ്വം സ്വം ചരിത്രം ശിക്ഷേരൻ പൃഥിവ്യാം സർവമാനവഃ. എന്താ ശ്ലോകത്തിന്റെ അർത്ഥം എന്നറിയോ? ഈ ഇന്ത്യയിൽ ജനിച്ച മനുഷ്യരിൽ നിന്ന്, ഈ ഭാരതത്തിൽ ജനിച്ച മനുഷ്യരിൽ നിന്ന് ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവരവരുടെ അടുത്ത ജന്മത്തെ സാർത്ഥകമാക്കാനുള്ള വഴി കണ്ടുപഠിക്കണം. ഈ ജന്മമോ വേസ്റ്റ്. അടുത്ത ജന്മത്തെ സാർത്ഥകമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് വഴി കിട്ടും. എവിടെ കിട്ടും? ഭാരതത്തിൽ വന്നാൽ കിട്ടും. ഭാരതത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും അടുത്ത ജന്മത്തെ എങ്ങനെ സാർത്ഥകമാക്കാമെന്ന പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്ന് മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ വാക്യം വായിച്ച് കേട്ടിട്ട് ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഭാരതത്തിൽ ജനിച്ച ആളല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം കണ്ടു പഠിച്ചാലോ? തീർന്നില്ലേ പിടി? അയാളുടെ ജീവിതത്തിൽ അടുത്ത ജന്മം സാർത്ഥകമാക്കാൻ ഭാരതത്തിൽ ജനിച്ച ആരെ വേണമെങ്കിൽ കണ്ടു പഠിച്ചോളൂ എന്ന് മനു വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട്. ആ അഭിമാനത്തോടു കൂടി പറഞ്ഞ മനുവിന്റെ വാക്യത്തെ സാർത്ഥകമാക്കി തീർക്കണം എന്നുണ്ടെങ്കിൽ അഭിമാനകരമായ മാതൃകയായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ പറ്റണ്ടേ?
എങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ സാർത്ഥകമാക്കി മാറ്റാം? എങ്ങനെ ഇപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് മാതൃകയാക്കി മാറ്റാം? അതുകൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും കേട്ടോ. കുറച്ച് നേരിട്ട് ഞാനിത് പറയുന്നത്, ഇതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. എന്നാ പിന്നെ തനിക്കിത് അവസാനിപ്പിച്ചൂടെ? ഇല്ല, ശരിക്കും ഇതുകൂടി പറഞ്ഞാൽ ഞാൻ അവസാനിപ്പിക്കും. ഞാൻ കുറേ പ്രശ്നങ്ങൾ തുടക്കത്തിൽ തുടങ്ങി വെച്ചിരുന്നു. ആ പ്രശ്നങ്ങൾക്കൊന്നും നിങ്ങളൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മറക്കാൻ പാടില്ലല്ലോ. ധർമ്മസങ്കടം പരിഹരിക്കാൻ എന്താ വഴി? ഞാൻ ചോദിച്ചു, ഉത്തരവേ ഞാൻ പറഞ്ഞില്ല, ഒക്കെ കേട്ടോണ്ടിരിക്കണ്ടേ. ഇപ്പൊ ചോദിക്കണ്ടേ, മാഷ് കുറച്ചു മുമ്പ് ഒരു ചോദ്യം ചോദിച്ചില്ല, അതിന്റെ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയുന്നു പ്രതീക്ഷിച്ചിരിക്കുക അല്ലെ? അതൊക്കെ മറന്നു. ധർമ്മസങ്കടം അല്ലെ? പലതരം ധർമ്മങ്ങൾ ഒരേ സമയം പാലിക്കേണ്ടി വരുമ്പോ ഏതാണ് ശരിയായ ധർമ്മം എന്ന് എങ്ങനെ തിരഞ്ഞെടുക്കും എന്നത് ഏറ്റവും വലിയ ചോദ്യമാണ്. ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ നമ്മുടെ ഇതിഹാസങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. രാമായണം വായിക്കുക. രാമായണം വായിക്കാത്ത ആരൊക്കെ ഉണ്ട് ഇവിടെ? രാമായണം വായിക്കാത്ത ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. നിങ്ങളൊക്കെ രാമായണം വായിച്ചവരാണ്. നിങ്ങൾ ഇപ്പം കണ്ടാറിയും കണ്ടാറില്ല രാമായണം വായിച്ചത്. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. രാമായണം കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? രാമായണ കഥയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ? രാമായണം വായിച്ചാൽ അറിയാം എങ്ങനെ ധർമ്മസങ്കടം പരിഹരിക്കാമെന്ന്. രാമായണം ഉണ്ടാവുന്നതിന് കാരണം എന്താ? പെട്ടെന്ന് പറഞ്ഞു തീർക്കണം കേട്ടോ. ഇനി സമയം എടുത്തു കഴിഞ്ഞാൽ എന്നെ വിളിടിക്കും. 11:30 മുമ്പ് ഞാനത് അവസാനിപ്പിക്കും. 11:05. രാമായണം ധർമ്മത്തിന്റെ ഗാഥയാണ്. ഞാൻ എന്തിനാ ഇപ്പൊ രാമായണം പറയണമെന്ന് ചോദിച്ചാൽ, ഇത്ര നേരം ഞാൻ ഈശ്വരന്മാരെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഭക്തിപ്രഭാഷണം എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിട്ട് ഈശ്വരന്മാരെ പറ്റി പറയാതെ പോയി കഴിഞ്ഞാൽ എന്നെ ഇടിക്കും കമ്മിറ്റിക്കാർ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ കാണില്ല, നിങ്ങൾ കാണാതെ ഇരിക്കും ഇടി. അത് ഞങ്ങൾ തമ്മിലൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ധർമ്മത്തിന്റെ ഗാഥയാണ് രാമായണം. ഈ രാമായണം തുടങ്ങുമ്പോൾ വാൽമീകി മഹർഷി നാരദരോടൊരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്: കോന്നോസ്മിൻ സാമ്പ്രതം ലോകെ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രതഃ. ഈ ലോകത്ത് ആരാണ്? ഈ ലോകത്ത് ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച, ധർമ്മജ്ഞനായും കൃതജ്ഞനായും സത്യവാക്യനായും ദൃഢവ്രതനായും കൃതവീര്യനായിട്ടും ഒക്കെ ഇരിക്കുന്ന ഒരാളാരാണ്? ധർമ്മജ്ഞനായിരിക്കുന്ന ഒരാളാരാണ്? അയാളുടെ കഥ പറയും എന്ന് പറഞ്ഞു. ധർമ്മത്തെ അറിഞ്ഞിരിക്കുന്ന ഒരാളുടെ കഥ പറയും എന്നതിന് മറുപടിയായി നാരദ മഹർഷി വാൽമീകിക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് രാമന്റെ കഥ എന്ന രീതിയിലാണ് രാമായണം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രാമായണത്തിൽ എല്ലാവരും അധർമ്മം ചെയ്തവരാണ്, രാമനൊഴികെ. അതാണ് രാമായണം വായിക്കുമ്പോൾ മനസ്സിലാവേണ്ട കാര്യം. ഇങ്ങനെ പറഞ്ഞാൽ അടികൊള്ളൂ. എല്ലാവരും അധർമ്മം ചെയ്യും. ഓടോടുന്നു താൻ വെറുതെ എന്തൊക്കെയാ പറയുന്നത്? രാവണന്റെ കൂട്ടക്കാരൊക്കെ അധർമ്മം ചെയ്ത ആൾക്കാരാ. രാമന്റെ കൂട്ടക്കാരും അധർമ്മം ചെയ്തു. ശരിക്കും ചെയ്തു. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയും, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അല്ലയോ അർജുന, എപ്പോഴൊക്കെയാണ് ലോകത്ത് ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച് അധർമ്മം വളരുന്നത്, ആ അധർമ്മത്തിനെ ക്ഷയിപ്പിച്ച് ധർമ്മത്തെ പുനഃസംസ്ഥാപനം ചെയ്യുന്നതിനായിട്ട് ഞാൻ അവതരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ അധർമ്മം വളരുകയും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും ചെയ്താലേ ഭഗവാൻ ഉണ്ടാവും. അപ്പൊ ശ്രീരാമചന്ദ്രൻ എന്ന് പറയുന്ന ഭഗവാൻ ജനിക്കണമെങ്കിൽ അധർമ്മം വളരുകയും ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുകയും വേണം. ഈ അധർമ്മം ലങ്കയിൽ വളർന്നാൽ എന്തിനാണ് ഭഗവാൻ ഇന്ത്യയിൽ ജനിക്കുന്നത്? പ്രശ്നം മനസ്സിലായോ? രാവണന്റെ രാജ്യത്ത് അധർമ്മം വളർന്നാൽ അയോധ്യയിൽ ഭഗവാൻ ജനിച്ചിട്ട് എന്ത് ചെയ്യാൻ പോണു? അപ്പൊ അധർമ്മം ലങ്കയിൽ മാത്രമല്ല വളർന്നത്, അയോധ്യയിലും വളർന്നു. ഇങ്ങനെയാണ് അടിയുണ്ടാക്കുക, ഇങ്ങനെയാണ് പ്രശ്നം ഉണ്ടാക്കുക. എന്താ പത്ര അധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തെറ്റ് ചെയ്ത ആളാണ് ദശരഥൻ. എത്ര തരം തെറ്റുകൾ ചെയ്തു ദശരഥൻ എല്ലാ കാര്യത്തിലും കുഴപ്പം പിടിച്ച ആളാണ്. ദശരഥൻ അയാൾക്ക് പേര് വരാൻ എന്താ കാരണം? അയാൾ 10 രഥങ്ങളെ ഒരേ സമയം നേരിട്ടു. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. ദശരഥൻ സ്വർഗത്തിൽ ഒരു യുദ്ധത്തിന് പോയി. സ്വർഗത്തിൽ യുദ്ധത്തിന് പോകുമ്പോൾ ദശരഥൻ ആരെ കൂടെ കൊണ്ടുപോയി? അത് നിങ്ങൾക്കറിയാം. ആരെ കൊണ്ടുപോയത്? കൈകേയി എന്ന് പറയുന്ന തന്റെ 2ാമത്തെ ഭാര്യയെ ദശരഥൻ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അല്ലേ? അവിടെ വെച്ചിട്ട് ഒരേ സമയം ദശരഥനെ 10 രഥങ്ങൾ ആക്രമിക്കാൻ വന്നു. അതുവരെ ദശരഥന്റെ പേരെന്താ? ദശരഥൻ എന്നുള്ള പേരിന് മുമ്പുള്ള പേരെന്താ? നേമി എന്നാണ്. ഈ നേമി എന്ന് പറയുന്ന ദശരഥന്റെ മുന്നിലേക്ക് 10 രഥങ്ങളായിട്ട് ഒരുമിച്ച് ആക്രമിക്കാൻ വന്നു. ഈ 10 രഥങ്ങളെയും ദശരഥൻ ഒറ്റയ്ക്ക് ഒരുമിച്ച് നേരിട്ടു. അപ്പോ ദശരഥം, 10 രഥങ്ങളെ നേരിട്ടവൻ ദശരഥനായി മാറുകയുണ്ടായിരുന്നു. ഈ സമയത്താണ് ദശരഥന്റെ രഥത്തിന്റെ ചക്രത്തിൽ നിന്ന് ആ ചക്രത്തെ ഉറപ്പിച്ചു നിർത്തുന്ന അച്ചാണ് ഊരിപ്പോയത്. അത് ഊരിപ്പോകുന്ന സമയത്ത് ആ രഥചക്രം വേർപെട്ട് പോകാതിരിക്കുന്നതിനായിട്ട് ആ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്ന കൈകേയി എന്ത് ചെയ്തു? തന്റെ മോതിരവിരൽ അതിലേക്ക് ഇറക്കി വെച്ച് ആ രഥചക്രം ഊരിപ്പോകാതെ സംരക്ഷിച്ചു. ആ സമയത്ത് ദശരഥൻ കൈകേയിയോട് സന്തോഷത്തോടു കൂടി ഒരു വാഗ്ദാനം നടത്തി.
നിനക്ക് 2 വരങ്ങൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞു. കൈകേയി ആ വരങ്ങൾ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ സ്വീകരിച്ചോളാം എന്ന് പറഞ്ഞു. ഈ കാര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെന്നറിയോ? പുരാണം വായിച്ചിട്ടുള്ള, ഇതിഹാസം വായിച്ചിട്ടുള്ള നിങ്ങൾ നല്ലോണം ആലോചിച്ച് പറയൂ. ഏതെങ്കിലും രാജാവ് ഏതെങ്കിലും തലമുറയിൽ എവിടെങ്കിലും വെച്ച് നടന്ന യുദ്ധത്തിൽ തൻ്റെ ഭാര്യയുമായി യുദ്ധത്തിന് പോയിട്ടുണ്ടോ? എത്ര വേണമെങ്കിൽ രാജാക്കന്മാരെടുത്തോളൂ. ദശരഥൻ എന്ന് പറയുന്നത് ഇക്ഷ്വാകു വംശത്തിലെ 42ാമത്തെ രാജാവാണ്. രാമൻ 43ാമത്തെ രാജാവാണ്. അതിനു മുമ്പുള്ള 41 രാജാക്കന്മാരിൽ ആരെങ്കിലും തൻ്റെ പത്നിയെ കൊണ്ട് യുദ്ധത്തിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. എന്താ ദശരഥൻ പോകാൻ കാരണം? എന്താ പോകാൻ കാരണം എന്ന് വെച്ചാൽ പോയി, അത്ര തന്നെ. കാലം ചെയ്യിച്ചു, ദശരഥനെ കൊണ്ടത് ചെയ്യിച്ചു. ഈ സന്തോഷം ഏറ്റവും വലിയൊരു പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സന്തോഷം നിറഞ്ഞു നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്, ദുഃഖം നിറഞ്ഞു നിൽക്കുമ്പോൾ തീരുമാനം എടുക്കരുത്, ദേഷ്യം വന്നിരിക്കുമ്പോൾ വികാരം പ്രകടിപ്പിക്കരുത്. ഈ 3 കാര്യങ്ങൾ ലളിതമായ ബാലപാഠങ്ങളാണ്. സന്തോഷത്തിൽ മതിമറന്നു നിൽക്കുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്, ദുഃഖത്തിൽ മതിമറന്നു നിൽക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്, ദേഷ്യം വന്നിരിക്കുമ്പോൾ പ്രതികരിക്കരുത്. ഇത് ബാലപാഠമാണ്. ദശരഥൻ 10 തേരുകളിൽ നിന്ന് ഒരേ സമയം വിജയം കിട്ടി എന്നുള്ളതിന്റെ സന്തോഷത്തിൽ മതിമറന്ന് നിൽക്കുമ്പോൾ എന്തിനാ കൈകേയിക്ക് വാഗ്ദാനം കൊടുത്തത്? എന്തിനാ കൊടുത്തെന്ന് വെച്ചാൽ കൊടുത്തു, അത്ര തന്നെ. എന്താപ്പത്? കൊടുത്തു. കാലം ചെയ്യിച്ചു ദശരഥനെ കൊണ്ട്. കാരണം ദശരഥൻ വാഗ്ദാനം കൊടുത്തില്ലെങ്കിൽ രാമനെ കാട്ടു പോകാൻ പറ്റില്ല. രാമൻ കാട്ടു പോയില്ലെന്നുണ്ടെങ്കിൽ രാമനെ കൊല്ലാൻ പറ്റില്ല. രാമൻ കാട്ടു പോകണമെന്നുണ്ടെങ്കിൽ ദശരഥൻ വാഗ്ദാനം കൊടുത്തേ പറ്റൂ. രാമൻ കാട്ടു പോകണമെന്നുണ്ടെങ്കിൽ കൈകേയി യുദ്ധത്തിന് പോയേ പറ്റൂ. കാലം ചെയ്യിക്കും. ദശരഥൻ അറിയാം വാഗ്ദാനം കൊടുക്കരുത്, ദശരഥൻ വാഗ്ദാനം കൊടുത്തില്ല. കൈകേയി രാജകുമാരിയല്ലേ, 2 വരം ഞാനിപ്പോ തരാന്ന് പറഞ്ഞാൽ 2 വരം വാങ്ങിച്ചാ പോരെ? അപ്പൊ തന്നെ വാങ്ങിച്ചാ പോരെ? എന്തേ കൈകേയി ഇത് പിന്നെ ചോദിക്കാന്ന് പറഞ്ഞു? എന്താ ചോദിക്കാന്ന് പറഞ്ഞാൽ ചോദിച്ചു, പിന്നെ മതിന്ന് വെച്ചു, അത്ര തന്നെ. അതെന്താ അങ്ങനെ? പിന്നെ ചോദിച്ചാലേ